ശ്രീമന്നാരായണീയം ദശകം 22 അജാമിളോപാഖ്യാനം. ശ്ലോകം 7. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അലേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രുതിസ്മൃതിഭ്യാം വിഹിതാ വ്രതാദയ പുനന്തി പാപം നലുനന്തി വാസനാം അനന്തസേവാതു നിഗൃന്ദതി ദ്വയീം ഇതി പ്രഭോ ത്വത്പുരുഷാഭഭാഷിരേ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, അജാമിളൻ ചെയ്ത പാപങ്ങൾ മുഴുവനും എണ്ണി എണ്ണി പറഞ്ഞ ആ യമദൂതന്മാരോട് വിഷ്ണുദൂതന്മാര് പറയാണ്, പാപങ്ങളുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, പ്രായശ്ചിത്തം ചെയ്താലും പിന്നെ പാപം ഉണ്ടാവില്ലല്ലോ. പ്രായശ്ചിത്തത്തെ കുറിച്ച് പണ്ഡിതന്മാരെ നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ്. ശ്രുതി സ്മൃതിഭ്യാം, ശ്രുതികളിലും സ്മൃതികളിലും വിഹിത വിധിച്ചിട്ടുള്ള, പറഞ്ഞിട്ടുള്ള, ശ്രുതികളിലും സ്മൃതികളിലും ഒക്കെ പറഞ്ഞിട്ടുള്ള, വേദങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ള വ്രതാദയ, വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട്, പ്രായശ്ചിത്തങ്ങളായിട്ടുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് പാപം പുനന്തി, മുൻപ് ചെയ്തിട്ടുള്ള ആ പാപമെല്ലാം തുനന്തി നശിക്കുന്നു. ഇവിടെ ശ്രുതികളിലും സ്മൃതികളിലും എല്ലാം വിധിച്ചിട്ടുണ്ട് പ്രായശ്ചിത്തങ്ങളായിട്ടുള്ള വ്രതങ്ങൾ. അവയൊക്കെ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്, മുൻപ് ചെയ്തിട്ടുള്ള പാപങ്ങൾ തീരാൻ വേണ്ടി അനുഷ്ഠിക്കേണ്ട ആ വിധികൾ എന്തൊക്കെയാണ്, പ്രായശ്ചിത്തമായിട്ട് അനുഷ്ഠിക്കേണ്ട വിധികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവയെല്ലാം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തന്നെ ചെയ്ത പാപം, മുൻപ് ചെയ്ത പാപങ്ങളെല്ലാം നശിക്കും. പക്ഷേ വാസനാം ന ലുനന്തി, എങ്കിലും വാസനാം, പാപം ചെയ്യുന്നതിനുള്ള ആ വാസന, അതുവരെ ചെയ്ത പാപങ്ങൾ നശിക്കും, പക്ഷെ വീണ്ടും പാപം ചെയ്യാനുള്ള ആ ഒരു താല്പര്യം, ആ ഒരു വാസന, അത് ന ലുനന്തി, നശിക്കുന്നില്ല, അത് നശിക്കില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന, വേദങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്ന ഓരോന്നും അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, പ്രായശ്ചിത്തത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, വ്രതങ്ങളെല്ലാം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതുവരെ ചെയ്ത പാപങ്ങളെല്ലാം നശിക്കും. പക്ഷേ പിന്നീടും പാപം ചെയ്യാനുള്ള ആ വാസന ഉള്ളിൽ നിന്നും പോകില്ല. അതായത് വീണ്ടും പാപം ചെയ്യും എന്നർത്ഥം. ഇവിടെ അനന്ത സേവ തു, ഭഗവത് സേവയാകട്ടെ, ദ്വയീം, രണ്ടിനെയും, അതായത് ഇതുവരെ ചെയ്ത പാപങ്ങളെയും പിന്നീട് പാപം ചെയ്യാൻ ഉള്ള ആ വാസനകളെയും നിഗൃന്ദതി, നശിപ്പിക്കുന്നു. എന്നാൽ ഭഗവത് സേവ, ഭഗവത് ഭക്തന്മാർക്ക് പാപകർമ്മം അവർ വീണ്ടും ആവർത്തിക്കില്ല. കാരണം മുമ്പ് ചെയ്ത പാപങ്ങളെല്ലാം തീരും, പാപങ്ങൾ ചെയ്യാനുള്ള ആ വാസനയോട് കൂടി, അതും കൂടെ കൂടി പിന്നീട് പാപം ചെയ്യാൻ അവർക്ക് തോന്നുകയുമില്ല, അതിലെല്ലാം ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ മുഖ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രായശ്ചിത്തം എന്താണ്? ഭഗവത് സേവ തന്നെയാണ്. കർമ്മത്തേക്കാൾ ഭക്തിക്ക് മഹത്വവും അതുപോലെ തന്നെ ലാഘവവും എളുപ്പവും കൂടുമെന്ന് സാരം. ഭക്തിക്ക് മറ്റുള്ള എന്തിനേക്കാളും മഹത്വമുണ്ട്, അതുപോലെ വളരെ എളുപ്പത്തിൽ സാധിക്കാവുന്ന കാര്യവുമാണത് ഭഗവത് ഭക്തനാകുക എന്നത്. ഇതി എന്ന് പ്രഭോ, ഹേ പ്രഭോ, ഭഗവാനെ, ത്വത്പുരുഷ, അവിടുത്തെ ദൂതന്മാര് ബഭാഷിരേ പറഞ്ഞു. ഇങ്ങനെ അവിടത്തെ ദൂതന്മാര്, ഭഗവാനെ എന്തിനു പടിയത് ദൂതന്മാര് യമഭടന്മാരോട് പറഞ്ഞു.
സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.